ലോകപ്രശസ്ത ചിത്രകാരനായ വിൻസെൻ്റ് വാൻ ഗോഗ് മരിച്ച ദിവസമാണെന്ന്. ലോക ചിത്രകലയിൽ വളരെ പ്രഗത്ഭരായ ചിത്രകാരന്മാരെ സംഭാവന ചെയ്ത സ്ഥലമാണ് പാരീസ്. വിൻസെൻ്റ് വാൻ ഗോഗ്, പാബ്ലോ പിക്കാസോ, സാൽവദോർ ദാലി തുടങ്ങിയ ചിത്രകലയിലെ മഹാരഥന്മാർ ഉദയം കൊണ്ട സ്ഥലം. ഇന്ന് പാരീസിലൊക്കെ വലിയ ആഘോഷമാണ് നടക്കുന്നത് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രകലാ ജീവിതവും അദ്ദേഹം അനുഭവിച്ച സാധാരണമല്ലാത്ത മാനസിക സംഘർഷങ്ങളുമൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത് 1872 മുതൽ 1890 വരെയുള്ള വളരെ ചെറിയൊരു കാലത്ത് വിൻസെൻ്റ് വാൻ ഗോഗ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ തിയോ വാൻ ഗോഗിന് അയച്ച കത്തുകളിലൂടെയാണ്. ആ കത്തുകളാണ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവിതത്തിലേക്ക് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പോലെ തന്നെ നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. നെതർലാൻഡിലെ ഗ്രൂട്ട്സിൻഡ്രട്ട് എന്ന ഗ്രാമത്തിൽ 1853 മാർച്ച് 30-നാണ് വിൻസെൻ്റ് വാൻ ഗോഗ് ജനിച്ചത്. തിയഡോറസ് വാൻ ഗോഗാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മ അന്ന കൊർണേലിയ. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യൻ പാതിരിയായിരുന്നു. വാൻ ഗോഗിൻ്റെ മുത്തച്ഛന്മാരിൽ തുടങ്ങി ആ കുടുംബം മുഴുവൻ 2 മേഖലകളിലാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒന്ന്, ക്രിസ്ത്യൻ പുരോഹിതന്മാരായി ജീവിക്കുക. വാൻ ഗോഗിൻ്റെ മുത്തച്ഛനിൽ തുടങ്ങി ഒട്ടേറെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുള്ള കുടുംബമാണ് അവരുടേത്. മറ്റൊരു വിഭാഗം ചിത്രങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആർട്ട് ഡീലർമാരായി പ്രവർത്തിക്കുക. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ അനിയൻ തിയോ വാൻ ഗോഗ് അത്തരത്തിൽ ആർട്ട് ഡീലറായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവിതത്തിലുടനീളം ഈ 2 മേഖലകളും ഇഴചേർന്ന് തമ്മിൽ വേർപെടുത്താനാവാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആരംഭിക്കുന്നത് വിൻസെൻ്റ് വാൻ ഗോഗ് ടിൽബർഗിൽ വില്യം രണ്ടാമൻ്റെ പേരിലുള്ള സ്കൂളിൽ തൻ്റെ ഔപചാരിക പഠനം തുടരുന്നതിനിടയിലാണ്. കോൺസ്റ്റാൻറ്റിൻ സി ഹുയിസ്മാൻസ് എന്ന വ്യക്തിയായിരുന്നു ആ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപകൻ. അത്യാവശ്യം നന്നായി വരയ്ക്കുമായിരുന്ന വിൻസെൻ്റ് വാൻ ഗോഗിനെ തൻ്റെ ചിത്രകലാധ്യാപകൻ വളരെ സ്നേഹിച്ചിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ബാല്യം അദ്ദേഹത്തിന് ഒട്ടും സന്തോഷം നൽകുന്ന ഒന്നായിരുന്നില്ലത്രേ. എൻ്റെ കുട്ടിക്കാലം നിഷ്പ്രഭവും ഉദാസീനത നിറഞ്ഞതും ശൂന്യവുമായിരുന്നുവെന്ന് പലതവണ വിൻസെൻ്റ് വാൻ ഗോഗ് തിയോക്ക് അയച്ച കത്തുകളിൽ ആവർത്തിച്ച് എഴുതിയിരുന്നു. 1869 മുതൽ തന്നെ വിൻസെൻ്റ് വാൻ ഗോഗ് ചിത്രകലയുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ചിത്രകല എന്നത് വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണെന്നും വിപണിയാണ് ചിത്രകാരനെ സ്വാധീനിക്കുന്നതെന്നും മനസ്സിലാക്കിയ വിൻസെൻ്റ് വാൻ ഗോഗ് അദ്ദേഹത്തിൻ്റെ ചിത്രരചനയുമായി ബന്ധപ്പെട്ടുള്ള സങ്കല്പങ്ങളുമായി അത് പൊരുത്തപ്പെടാഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ മേഖല ഉപേക്ഷിക്കുകയും അദ്ദേഹം ആർസനിൽ വൈദിക പഠനത്തിനായി പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വൈദിക വൃത്തി എന്ന് പറഞ്ഞവരുടെ കുടുംബത്തൊഴിൽ പോലെ തന്നെ ഉള്ളത് തന്നെയായിരുന്നു. ആർസനിൽ വെച്ച് അദ്ദേഹം വൈദിക പഠനത്തിന് ചേരുകയും നിർഭാഗ്യവശാൽ പരീക്ഷ പാസ്സാകാനാവാതെ തിരിച്ചു പോരുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. പക്ഷേ ഈ വൈദിക വൃത്തി മനസ്സിൽ നിന്ന് പോവാത്ത വിൻസെൻ്റ് വാൻ ഗോഗ് മിഷണറി പ്രവർത്തനത്തിനായി കൽക്കരി സംസ്ഥാനം എന്നറിയപ്പെടുന്ന ബോറിനേജിലെ പെറ്റിവാസ്മസ് ഗ്രാമത്തിൽ ഒരു മിഷണറിയായി എത്തുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രകലയുമായി ബന്ധപ്പെട്ട ജീവിതം ശക്തിയായി ആരംഭിക്കുന്നത്. ആ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സാധാരണക്കാരായ കൽക്കരി ഖനി തൊഴിലാളികളുടെ കൂടെയാണ് തൻ്റെ സമയം ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളൊക്കെയും പങ്കുവച്ചത്. നമുക്കറിയാം, വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു പണിയാണ്. ദീർഘകാലം ഭൂമിക്കടിയിലുള്ള കൽക്കരി ഖനിക്കുള്ളിലാണ് അവിടുത്തെ തൊഴിലാളികൾ ജീവിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങൾ എപ്പോഴും കരിപുരണ്ട് കീറി അഴുക്ക് നിറഞ്ഞതായിരിക്കും.
ആ സമയത്താണ് അദ്ദേഹം തൻ്റെ പിന്നീട് ലോകപ്രശസ്തമായ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം ചെയ്തത്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു മങ്ങിയ പാനീസ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ തങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ നിലവാരമുള്ള ഭക്ഷണമായ ഉരുളക്കിഴങ്ങ് വേവിച്ച് കഴിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമായിരുന്നു പൊട്ടറ്റോ ഈറ്റേഴ്സ്. ആ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തിപ്പോകുന്ന ഒരു നിരാശ അതിലെ കഥാപാത്രങ്ങളുടെ മുഴുവൻ മുഖത്തുണ്ട്. അരണ്ട പാനീസ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരിടത്തും അവരുടെ കണ്ണുകളിലെ തിളക്കത്തിൽ ഒരല്പം പോലും സന്തോഷത്തിൻ്റെ അംശം കണ്ടെത്താനാവുമായിരുന്നില്ല. ഈ കാലയളവിലൊക്കെ അദ്ദേഹം നിരന്തരം ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്നത് തൻ്റെ അനുജനായ തിയോ അയച്ചു കൊടുക്കുന്ന പണം മാത്രമായിരുന്നു. ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനാണ് എന്നത് നമ്മൾ ഈ സമയത്ത് പരിഗണിക്കേണ്ടതുണ്ട്. പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരന്മാർ പൊതുവെ വിശ്വസിച്ചിരുന്നത് പ്രകാശമാണ് കാഴ്ചയുടെ ആധാരം. പ്രകാശത്തിൻ്റെ സ്രോതസ്സ് മാറുന്നതനുസരിച്ച് ദൃശ്യങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് നിങ്ങളൊരു ഗോതമ്പ് പാടം കാണുന്നു എന്ന് വെക്കുക. ആ സൂര്യൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. പക്ഷേ ഒരു 10:30 11 മണിയാകുമ്പോൾ സൂര്യൻ മറ്റൊരു പൊസിഷനിലെത്തുകയും ആ ചിത്രത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ലൈറ്റിനും ഷെയ്ഡിനും മാറ്റമുണ്ടാവുകയും നമ്മൾ 10 മണിക്ക് കണ്ട ദൃശ്യം 12 മണിയാവുമ്പോൾ ആദ്യം കണ്ട ദൃശ്യത്തിനോട് യാതൊരു സാദൃശ്യവുമില്ലാതെ മറ്റൊന്നായി തീരുന്നു എന്നാണ് അവർ വിശ്വസിച്ചത്. സൂര്യൻ ചലിക്കുന്നതനുസരിച്ച് ഓരോ സെക്കൻഡിലും താൻ കാണുന്ന വിഷ്വൽ മാറിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അതിവേഗം പെയിൻറ് ചെയ്യുന്നവരായിരുന്നു. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ മുഴുവൻ അങ്ങനെ വളരെ വേഗത്തിൽ ചെയ്തതാണ്. അദ്ദേഹം കാൻവാസിൻ്റെ മുകളിലേക്ക് പെയിൻറ് വളരെ തിക്കായി ഞെക്കി വെച്ച് ഒരുപക്ഷെ പെയിൻറ് ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന രീതിയിൽ ഇമ്പാസ്റ്റോ ആയ രീതിയിലാണ് വിൻസെൻ്റ് വാൻ ഗോഗ് ചിത്രങ്ങൾ ചെയ്തിരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഏറെ കോസ്റ്റ്ലിയാണ്. കാരണം വളരെയേറെ നിറങ്ങൾ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് അനുജൻ തിയോ അയച്ചു കൊടുക്കുന്ന പൈസ യഥാർത്ഥത്തിൽ കാൻവാസും കളറും മേടിക്കാൻ മാത്രമേ എത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാടെ ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. വളരെ കുറച്ചു മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നത്. കഴിഞ്ഞ മെയ് മാസം മുതൽ ഫെബ്രുവരി വരെ ഞാൻ 6 തവണ മാത്രമാണ് ചൂടുള്ള ഭക്ഷണം കഴിച്ചതെന്ന് അദ്ദേഹം തിയോക്ക് തൻ്റെ കത്തുകളിലൂടെ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കടും വർണ്ണങ്ങൾ സ്ഥാനം പിടിച്ചു. കാരമൈൻ, കൊബാൾട്ട് ബ്ലൂ, എമറാൾഡ് ഗ്രീൻ തുടങ്ങിയ വർണ്ണ പദ്ധതികളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മാറി. ഗോതമ്പ് പാടമടക്കമുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത് ആ ഒരു പീരീഡിലാണ്. കേവലം 37 വയസ്സ് വരെ മാത്രം നീണ്ട അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതത്തിൽ വിവിധ വിഷയങ്ങളിലായി 2000-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തനിക്ക് ചുറ്റും കണ്ട കാഴ്ചകൾ മുഴുവൻ തൻ്റേതായ രീതിയിൽ ആവാഹിക്കാൻ വിൻസെൻ്റ് വാൻ ഗോഗ് ശ്രമിച്ചിരുന്നു. അതിൽ ഗോതമ്പ് പാടങ്ങളുണ്ട്, മഞ്ഞ നിറത്തിലുള്ള വീടുകളുണ്ട്, വളരെ മേഘങ്ങൾ നിറഞ്ഞ ആകാശമുണ്ട്, സൂര്യകാന്തി പൂവുകൾ പോലുള്ള വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ട്, സ്റ്റാറി നൈറ്റ് പോലുള്ള രാത്രി ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ തനിക്ക് ചുറ്റുമുള്ള മുഴുവൻ കാഴ്ചകളെയും തൻ്റേതായ രീതിയിൽ സ്വാംശീകരിക്കുകയാണ് വിൻസെൻ്റ് വാൻ ഗോഗ് ചെയ്തത്. 1886 വീണ്ടും പാരീസിലെത്തുന്നതോടുകൂടിയാണ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില സംഭവങ്ങളുണ്ടാവും. അതിലൊന്ന് അന്ന് വളരെ പ്രശസ്തനായിരുന്ന പോൾ ഗോഗിൻ എന്ന് പറയുന്ന ചിത്രകാരനോടൊത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹവാസമാണ്. അവർ പരിചയപ്പെടുന്നത് ആ സമയത്താണ്. ഏകദേശം വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ അവസാന കാലം വരെ പോൾ ഗോഗിൻ എന്ന് പറയുന്ന ചിത്രകാരൻ നേരിട്ടുമല്ലാതെയും വിൻസെൻ്റ് വാൻ ഗോഗിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആർസനിലെ പ്രകൃതി ദൃശ്യങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കുന്നത് ഈ കാലത്താണ്. കടും മഞ്ഞ, നീല, ഇളം വയലറ്റ് നിറങ്ങൾ ആ ചിത്രത്തിൽ ഉടനീളം സന്നിവേശിച്ചുകൊണ്ടേയിരുന്നു. കടുത്ത
മാനസിക സമ്മർദ്ദം, തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ തൻ്റെ കോൺസെപ്റ്റുകളിലേക്ക് പൊരുത്തപ്പെടാത്ത ചിത്രകലാ ലോകത്തിൻ്റെ പ്രവൃത്തികളുമൊക്കെ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ മനസ്സിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി. ഈ സമ്മർദ്ദം അദ്ദേഹത്തെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ എത്തിച്ചു. ഒരു മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. 1890 ജൂലൈ 27 വളരെ ദുരൂഹമായൊരു സാഹചര്യത്തിൽ വിൻസെൻ്റ് വാൻ ഗോഗിന് വെടിയേൽക്കുന്നു. വളരെ മാരകമായ മുറിവേറ്റ അദ്ദേഹം എങ്ങനെയാണ് താൻ വരച്ചിരുന്ന ഗോതമ്പ് പാടത്തിൽ നിന്ന് താൻ താമസിച്ചിരുന്ന സ്റ്റുഡിയോയിൽ എത്തിയതെന്ന് ആർക്കും അറിയില്ല. സംഭവം അറിഞ്ഞ് തിയോ എത്തുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം തിയോ വാൻ ഗോഗ് വരുമ്പോഴും വിൻസെൻ്റ് വാൻ ഗോഗ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും വെടിയേറ്റ് 29 മണിക്കൂറിന് ശേഷം വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന മഹാനായ ചിത്രകാരൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. 1890 ജൂലൈ 30 ഓസ്വായ്സനിലെ ശ്മശാനത്തിൽ മഹാനായ വിൻസെൻ്റ് വാൻ ഗോഗ് സംസ്കരിക്കപ്പെട്ടു. 2011 വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവചരിത്രം എഴുതിയ സ്റ്റീവൻ നെയ്ഫ്, ഗ്രോഗറി വെറ്റ്സ്മിത്ത് എന്നിവർ വാൻ ഗോഗ് ദി ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വാൻ ഗോഗ് ആത്മഹത്യ ചെയ്യുകയല്ലായിരുന്നു എന്ന് നമ്മളോട് സമർത്ഥിക്കുന്നു. അദ്ദേഹം ഗോതമ്പ് പാടത്ത് ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പരിസരത്ത് നിന്നിരുന്ന ചില കൗമാരക്കാർ അവരുടെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ പൊട്ടിയ ഒരു വെടി വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ നെഞ്ചിൽ തറയ്ക്കുകയും അദ്ദേഹം മരിച്ചു പോവുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ ദരിദ്രനായിട്ടാണ് വിൻസെൻ്റ് വാൻ ഗോഗ് വളർന്നതും ചിത്രങ്ങൾ വരച്ചതും. അതുപോലെ തന്നെയാണ് അദ്ദേഹം മരിച്ചതും. പക്ഷേ വർത്തമാന കാലത്ത് കാലം അദ്ദേഹത്തോട് ചെയ്ത നീതികേടിൻ്റെ പ്രതിവിധിയെന്നോണം അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും കോടിക്കണക്കിന് ഡോളറിനാണ് ഇന്ന് വിറ്റുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ചിത്രങ്ങൾ ഞാൻ സ്വപ്നം കാണുന്നു, എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ വരയ്ക്കുന്നു. യഥാർത്ഥത്തിൽ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അത് മറ്റുള്ളവർ കാണാത്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വപ്നങ്ങളും. ലോകപ്രശസ്ത ജാപ്പനീസ് സംവിധായകനായ അക്കിര കുറോസാവയുടെ ദ ഡ്രീംസ് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനിടയിൽ ആൻ അനദർ ഡ്രീംസ് എന്ന പേരിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ അവസാനം വിൻസെൻ്റ് വാൻ ഗോഗ് വരച്ചിരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈസലും കാൻവാസും ബ്രഷും ഒക്കെ കെട്ടിവെച്ചിട്ട് ഒരു സ്വർണ്ണ നിറമുള്ള ഗോതമ്പ് പാടത്തിൻ്റെ നടുക്കൂടെ പിന്നിലേക്ക് നടന്നു മറയുന്ന ഒരു രംഗമുണ്ട്. ആ വഴി അവസാനിച്ച് വിൻസെൻ്റ് വാൻ ഗോഗ് അപ്രത്യക്ഷനാവുമ്പോൾ ആ ഫ്രെയിമിലേക്ക് വല്ലാത്ത ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് നിറയെ കാക്കകൾ പറന്നു വരുന്ന രംഗം. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ അവസാന ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ആ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേര് വീറ്റ്ഫീൽഡ് വിത്ത് ക്രോസ് എന്നാണ്. ചരിത്രകാരന്മാർ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ അവസാന ചിത്രമായി അതിനെ വിശേഷിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഗോതമ്പ് പാടത്തിലേക്ക് പറന്നിറങ്ങുന്ന കാക്കകൾ മരണത്തിൻ്റെ ചിഹ്നമായാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വാൻ ഗോഗിൻ്റെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ചിത്രങ്ങൾ ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ സ്വപ്നങ്ങളെ വരച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദി.